Wilderness is a place where our faith is being tested. നമ്മുടെ വിശ്വാസം പരിശോധിക്കുന്ന സ്ഥലമാണ് മരുഭൂമി എന്ന് പറയുന്നത്. And it is a place where people of very spiritual life sometimes may find difficult to find their way out and to do a calculation for their next move. ആത്മീയ ജീവിതത്തിൽ ഉന്നത സ്ഥാനം വഹിക്കുന്ന പ്രിയപ്പെട്ടവർ പോലും മരുഭൂമിയുടെ അവസ്ഥയിൽ കടന്നു വരുമ്പോൾ എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നതെന്ന് ഭയപ്പെട്ട് മുമ്പോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. And wilderness is a place sometime where the rivers of blessing may be drying up. നമ്മുടെ ജീവിതത്തിലുള്ള അനുഗ്രഹങ്ങളുടെ അവസ്ഥകളിൽ നിന്ന് വറ്റിപ്പോകുന്ന അനുഭവം നമുക്ക് മരുഭൂമിയിൽ ഉണ്ടാകാറുണ്ട്. And when people of God go through the wilderness experience, sometimes the hallelujahs and the praises of God may dry up in their life. ആത്മീയ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ഹല്ലേലൂയ പറയുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ജീവിതത്തിൽ അത് വറ്റിപ്പോകുന്ന അനുഭവം മരുഭൂമിയിൽ ഉണ്ടാകാറുണ്ട്. And when we look around, we see that too many saints of God were lost in the wilderness. നാം ചുറ്റുപാടുകൾ നോക്കുമ്പോൾ അനേക വിശുദ്ധന്മാർ അവരുടെ മരുഭൂമിയുടെ അവസ്ഥകൾ പട്ടുപോയതായി നാം കാണുന്നുണ്ട്. And we also see that too many ministers of the gospel lost their zeal for the ministry in the wilderness. മരുഭൂമിയുടെ അവസ്ഥകൾ കടന്നു വന്നപ്പോൾ അനേക ദൈവദാസന്മാരെ ശുശ്രൂഷ അവിടെ നിർത്തിവെക്കുവാൻ ഇടയായിട്ടുള്ളതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. And therefore we know that the wilderness is an obstacle for the people of God. ദൈവ ജനത്തിന് എതിരായി നിൽക്കുന്ന ഒരു സ്ഥലമായി മരുഭൂമി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. On the other side of the wilderness is the promised land. മരുഭൂമിയുടെ അപ്പുറത്താണ് ദൈവത്തിന്റെ വാഗ്ദത്ത ദേശം കാണുവാൻ കഴിയുന്നത്. But wilderness is a place that is hindering you to enter into the promises of God. വാഗ്ദത്ത ദേശത്ത് എത്തുവാൻ കഴിയാതെ നിന്നെ തടസ്സപ്പെടുന്ന സ്ഥലമായി മരുഭൂമി നിലകൊള്ളുന്നു. And Brother Stanley told us that in the wilderness there are no resources. അവിടെ പ്രശ്നം പറയുവാനായിട്ട് ഇടയായിട്ടുണ്ട്. നമുക്ക് ആവശ്യമായ കാര്യങ്ങളൊന്നും ലഭിക്കാൻ കഴിയാത്ത സ്ഥലമാണ് മരുഭൂമി എന്നുള്ളത്. There are not enough things in the wilderness. ആവശ്യമായ സാധനങ്ങളൊന്നും അവിടെ ലഭിക്കുന്നില്ല. And when we look into the scripture that was read here, in the verse 2 said they had nothing to eat. രണ്ടാമത്തെ വാക്യം വായിച്ചത് നമുക്ക് ശ്രദ്ധിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയുന്നത് അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് നാം കാണുന്നത്. They did not have enough resources in their possession. അവരുടെ ജീവിതത്തിൽ അവരുടെ കൈകളിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. And these were the group of people who have done the right thing to follow Jesus Christ into the wilderness. മരുഭൂമിയിലേക്ക് കർത്താവിനെ അനുഗമിപ്പാനായി തീരുമാനിച്ച ഒരു കൂട്ടം ജനത്തെയാണ് നാം കാണുന്നത്. And they went followed Jesus Christ. They had an expectation in their heart. അവരുടെ ജീവിതത്തിൽ കർത്താവിനെ അനുഗമിച്ചപ്പോൾ അവിടെ ഉള്ളത്തിൽ ഒരു താല്പര്യമുണ്ടായിരുന്നു. And they thought everything was going to go smooth and fine. അവർ വിചാരിച്ച കാര്യങ്ങളെല്ലാം വളരെ സുഖമായി നടക്കുമെന്ന്. And Jesus in the past have done so many miracles. So following a man like that is not going to get me into any sort of difficulties. അനുഭവം നോക്കിയാൽ കർത്താവ് അനേക അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുന്ന മുഖാന്തരമായി ജീവിതത്തിലെ പ്രശ്നങ്ങളൊന്നും വരികയില്ല എന്നാണ് അവർ വിചാരിച്ചത്. So these people have left their normal setting of life to follow Jesus Christ to hear his teaching. അവരുടെ സാധാരണയായ ജീവിതത്തിന്റെ ചര്യകളെ മാറ്റി വെച്ചിട്ടാണ് അവർ കർത്താവിനെ അനുഗമിക്കാനായി തുടങ്ങിയത്. But when they came into the third day, their circumstances have changed. മൂന്നാമത്തെ ദിവസം വന്നപ്പോൾ പരിസ്ഥിതികൾക്കൊക്കെ മാറ്റം വരുവാനിടയായി തീർന്നു. And sometimes situations would change in our own life. നമ്മുടെ ജീവിതത്തിൽ അപ്രകാരം ചേഞ്ചുകൾ വരാൻ സാധ്യതകളുണ്ട്. And sometimes we think everything is going so nice and smooth, and suddenly there would come a situation that we may think we are right into the wilderness. എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി ജീവിതത്തിൽ മുമ്പോട്ട് കടന്നു പോകുമ്പോൾ നിലച്ചിരിക്കാത്ത സമയത്ത് മരുഭൂമിയുടെ അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. And when this situation came into their life were at risk. ഇവരുടെ ജീവിതത്തിൽ അപ്രകാരമുള്ള അവസ്ഥ കടന്നു വരുവാൻ ഇടയായി തീർന്നു. And they couldn't make it back to their own home. അവരുടെ സ്വന്തം ഭവനങ്ങളിലേക്ക് അവർക്ക് മടങ്ങി പോകാനായിട്ട് കഴിഞ്ഞില്ല. They did not have enough strength to walk all the way back to their home. അവരുടെ ഭവനം വരെ നടന്നു പോകാനുള്ള ശക്തി അവർക്കില്ലായിരുന്നു. And they could really perish on their way to home. അവർ അപ്രകാരം ചെയ്തിരുന്നെങ്കിൽ വഴിയിൽ അവർ തുറന്നു പോകുവാനിടയായി തീരുമാനിച്ചു. So sometimes things that you calculate may not be the same calculation from the day you calculate into a week time. നാം ചിന്തിക്കുന്ന പോലെ കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കില്ല ഒരുപക്ഷേ നമ്മുടെ മുമ്പിൽ കാണുവാൻ പോകുന്നത്. And then Jesus understood that these people cannot make into their home. He had to do something about that situation. കർത്താവിന് കാര്യം മനസ്സിലായി. ഈ ഇവിടെയുള്ള ആളുകൾക്ക് അവരുടെ സ്വന്തം ഭവനത്തിൽ എത്തുവാനുള്ള ശക്തി ഇല്ലാതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ചെയ്തേ മതിയാകുമെന്നുള്ള കർത്താവിന് മനസ്സിലായി. This particular situation did not come into their life because they were bad people. അവർ വളരെ ദുഷ്ടന്മാരായ നീചന്മാരായ ആളുകളായതുകൊണ്ടല്ല അവരുടെ ജീവിതത്തിൽ പ്രകാരം കടന്നു പോകുന്നത്. They were doing the right thing following Christ. അവർ കർത്താവിനെ അനുഗമിക്കാനായി തീരുമാനിച്ചവരാണ്. But
when you are doing the right thing, even then situation would come that is challenging your life in many different directions. നമ്മുടെ ജീവിതത്തിൽ ശരിയായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ വെല്ലുവിളികളായി നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങൾ കടന്നു വരാറുണ്ട്. And your situation in your family may not be right. ഒരു പക്ഷേ നിങ്ങളുടെ കുടുംബം ശരിയായിരിക്കില്ല. And you may have too many bills to pay, but you don't see enough resources to make that payment. അനേക പേയ്മെന്റുകൾ കൊടുക്കുവാനായിട്ട് ജീവിതത്തിൽ ഉള്ളപ്പോൾ അതിനുള്ളതായ വരുമാനം ഇവിടെ കാണാത്ത അവസ്ഥകളായിരിക്കും. And sometime in this situation of the wilderness, your health may be challenged. ഒരു പക്ഷേ നിന്റെ മരുഭൂമിയുടെ അവസ്ഥയിൽ നിന്റെ ആരോഗ്യമായിരിക്കാം വെല്ലുവിളിയായി നിൽക്കുന്നത്. It is not because you are not doing the right thing, but simply because the Lord is there to teach you a new lesson in your life. നീ തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടല്ല അങ്ങനെ ജീവിതത്തിൽ കടന്നു വന്നത്, ദൈവം നിന്നെ ഒരു പാഠം പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടായിരിക്കാം. And all these people into the wilderness, they only knew Jesus Christ as a teacher and a miracle worker. ഈ മരുഭൂമിയിലായിരിക്കുന്ന ജനത്തിന് കർത്താവിനെ പറ്റി അറിവാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരു ടീച്ചറായിട്ടോ അത്ഭുതങ്ങളെ ചെയ്യുന്ന കർത്താവായിട്ടോ മാത്രമേ ഉള്ളൂ. So now Jesus made a situation in which that he is going to show him a further lesson about who Jesus really is. കർത്താവ് ആരെന്നുള്ള കാര്യം അവരെ വ്യക്തമായി പഠിപ്പിക്കുവാൻ കർത്താവ് അവസരം വിനിയോഗിച്ചു. And one thing that I understand is that our God is not going to get nervous when there is not enough. നമ്മുടെ ജീവിതത്തിൽ ആവശ്യത്തിനുള്ള കാര്യങ്ങൾ ഇല്ലാതെ ഇരിക്കുമ്പോൾ നമ്മുടെ കർത്താവ് ഒരിക്കലും നെർവസ് ആകാറില്ല. And in verse 2 we read they had nothing to eat. അവർക്കൊന്നും ഭക്ഷിപ്പാനില്ലായിരുന്നു എന്നാണ് രണ്ടാം വാക്യത്തിൽ വായിക്കുന്നത്. That is the situation. They did not have enough resources. God is not going to get nervous about it. അങ്ങനെ അവർക്ക് ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ നെർവസ് ആകുന്ന ഒരുവനല്ല നമ്മുടെ കർത്താവ്. Because our God is an enough God. എല്ലാം ഉള്ളവനാണ് നമ്മുടെ കർത്താവ്. And he is a God who is enough for all our situations. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങൾക്കും ധാരാളമായി ഉള്ളവനാണ് നമ്മുടെ കർത്താവ്. Apostle Paul said, and my God shall supply all your needs according to his riches in glory. നമ്മുടെ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു കർത്താവ് തന്റെ മഹിമയുടെ ധനത്തിനൊപ്പം നമ്മുടെ എല്ലാ ആവശ്യങ്ങളും തീർത്തുതരുമെന്ന് പറയുകയാണ്. And our God is a God who is able to open the doors of heaven and pour out blessing until there is no room enough to receive it. സ്വർഗ്ഗത്തിലെ കടവറ തുറന്ന് ആ സ്ഥലം മതിയാകാതെ വരുവോളം നമുക്ക് വേണ്ടി അനുഗ്രഹങ്ങളെ തുറന്നു വരുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. And sometime for you and I to learn these kind of lessons, God has to create a situation in our life. നമ്മുടെ ജീവിതത്തിൽ ദൈവം കൊണ്ടുവരുന്ന അവസ്ഥകളുടെ മേൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് ഇവിടെയായി തീരണം. And I looked into the specific situation about Gideon and how he was winning a war against the Midianites. ഗിദെയോന്റെ കാര്യം എനിക്ക് ചിന്തിപ്പാനിടയായി. മിദ്യാന്യരോട് എങ്ങനെ വിജയം കൈവരിപ്പാൻ എന്റെ ജീവിതത്തിനിടയായുള്ള കാര്യം. And when you read that in the book of Judges, you read a large number of people were with Gideon at the time. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഗിദെയോനെ പറ്റി പഠിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കുവാൻ കഴിയുന്നു. തന്നോടുകൂടെ വളരെ ഒരു ജനക്കൂട്ടം ഉണ്ടായിരുന്നതായിട്ട്. And this morning I came in here and I done some calculation. ഞാനിവിടെ രാവിലെ കടന്നു വന്നപ്പോൾ ചില കണക്കുകൂട്ടലുകളൊക്കെ ഞാൻ ചെയ്തു. But I didn't get my calculation right, so pastor gave me the right calculation. എന്റെ കണക്കുകൂട്ടൽ ശരിയായില്ല. പാസ്റ്ററാണ് അത് ശരിയാക്കി തന്നത്. And there we read they had a large crowd of people with Gideon at the time. ആ സമയത്ത് ഗിദെയോനോടുകൂടി വളരെ ഒരു വലിയ സൈന്യമുണ്ടായിരുന്നു. And then God looked at these people and God said there are too many people here. അവരൊക്കെ ദൈവം നോക്കിക്കൊണ്ട് ദൈവം ഗിദെയോനോട് പറഞ്ഞു ഒരു കൂടുതൽ ആളുകളാണ്. And God understood that if I am going to let these people to go into the battle and win the battle, then the Israel would say that I have done it by myself. ദൈവം പറഞ്ഞു ഞാൻ ഇവരെല്ലാം യുദ്ധത്തിന് വേണ്ടി അയച്ചിട്ട് അവർ യുദ്ധത്തിൽ വിജയിച്ചാൽ അവർ പറയും ഞങ്ങളുടെ കൈവിടക്കൊണ്ട് ഞങ്ങളുടെ കഴിവുകൊണ്ടാണ് യുദ്ധം വിജയിച്ചെന്ന് പറയും. And God said, let everyone who is fearful and afraid, let them go to their home. ദൈവം ഗിദെയോനോട് പറഞ്ഞു അവരോട് പറയുക ഭയവും ഭീരുത്വമുള്ളവരൊക്കെ മടങ്ങി പോകാനായിട്ട്. So in my calculation I found there were 68% of people left their camp on that day. എന്റെ കണക്കിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. 68% ആളുകൾ അവിടെ നിന്ന് പിരിഞ്ഞുപോയി. This is really teaching me a lesson this morning. രാവിലെ എന്നെ പഠിപ്പിച്ച ഒരു വിഷയമാണത്. And I tell you, when we are in a crowd and I can use this calculation and say that mostly 68% of the people of a church belong to this category. എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് നാം ഒരു സമൂഹത്തിന്റെ നടുവിലായിരിക്കുമ്പോൾ അത് 68% ആളുകളും ഈ സമൂഹത്തിലുള്ളവരായിരിക്കും. But God cannot win his battle with this kind of people at all. ഇങ്ങനെയുള്ള ആളുകൾ കൂടെ ഒരു വിജയം കൈവരിപ്പാൻ ദൈവത്തിന് ഒരിക്കലും കഴിയുകയില്ല. And God looked at the remaining 10,000 people. തുടർന്നുള്ള ബാക്കിയുള്ള ആളുകളെയൊക്കെ 10,000 പേര് ദൈവം നോക്കി. And he said it is also still too many people there. അവരോട് പറഞ്ഞു അതും കൂടുതലാണ് ആളുകൾ. And God said to Gideon, you let them
300. അതിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യം 300 പേര് മാത്രമേ ശേഷിച്ചുള്ളൂ. And I did my calculation and I found if I use a 3 decimals, they are 0.009% people who went into the battle and won that battle for the Lord. വീണ്ടും ഞാൻ കണക്കൂട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്, 0.009% മാത്രമുള്ളായിരുന്നു. So you see how our God doesn't get nervous by seeing 300 people going into the battle. നമ്മുടെ ദൈവം 300 പേരെ കണ്ടുകൊണ്ട് യുദ്ധത്തിന് പോകാനായി അവരെ കണ്ടുകൊണ്ട് nervous ആകുന്ന വ്യക്തിയല്ല നമ്മുടെ ദൈവം. But our God is a God doesn't care when there is not enough, but He is a God who is working mighty things for the little. ആവശ്യമുള്ള ജനമില്ല എന്ന് വിചാരിച്ച് nervous ആകുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. അവരിൽ കൂടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ കഴിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. But our God wants the people who go into the battle to be the right kind of people. ശരിയായ രീതിയിൽ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവരെയാണ് ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നത്. And our God cannot use the fearful and the afraid. അവിടെ ഭയവും ഭീരുത്വമുള്ളവരെ ദൈവത്തിന് ഉപയോഗിക്കാനായിട്ട് കഴിയത്തില്ല. And our God cannot use the one who will not obey Him and His word. ദൈവത്തിന്റെ വചനത്തെ നിരാകരിക്കുന്നവരെ അവർ ഉപയോഗിക്കാനായിട്ട് കഴിയത്തില്ല. But that day God revealed that God is a God who is working with the little things. ആ ചെറിയ കാര്യങ്ങൾ കൂടി അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ ദൈവം നമ്മുടെ വെളിപ്പെടുവാനിടയായി. But today when you and I try to do something, we look for the large crowd. ഞാനും നിങ്ങൾ ഈ സമയങ്ങളിൽ എന്തെങ്കിലും ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സമൂഹം എത്രയോടെ നോക്കുന്നവരാണ്. And we think the more the people, the better the fight is going to be. നാം വിചാരിക്കുന്ന എത്ര ആളുകൾ കൂടി വരാൻ കഴിയുന്നതോ യുദ്ധത്തിൽ വളരെ വിജയമതായിരിക്കുമെന്നാണ് കരുതുന്നത്. And sometimes we think if the church is filled with people, the worship is going to be better. നമ്മൾ വിചാരിക്കുന്ന ആരാധന സ്ഥലം മുഴുവനായി നിറഞ്ഞിരുന്നാൽ ആരാധന വളരെ ഗംഭീരമായി നടക്കുമെന്നാണ്. But I tell you, when you and I come into the presence of God, truly to worship God in spirit and truth, and be prepared and giving our life to the Holy Spirit, that is where God is going to reveal Himself in the worship. നാം യഥാർത്ഥമായ കർത്താവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാനായി മനസ്സുരകത്തോടുകൂടെ കടന്നു വരുമ്പോൾ അവിടെയാണ് യഥാർത്ഥമായ ആരാധന വെളിപ്പെടുവാനിടയായിത്തീരുന്നത്. And Abraham went through a testing, wilderness experience in his life. ജീവിതത്തിൽ മരുഭൂമിയുടെ അവസ്ഥയിൽ കടന്നു വരുവാനിടയായി. And one day God told Abraham, you take your son and go into the Mount Moriah and offer him as a sacrifice. അബ്രഹാമിനോട് ദൈവം കൽപ്പിച്ചു, അബ്രഹാമേ നീ ഏറ്റവും സ്നേഹിക്കുന്ന നിന്റെ മകനെ കൊണ്ടുപോയി യാഗം കഴിപ്പാനായിട്ട് പറഞ്ഞു. And his faith was being tested in the wilderness experience. അവന്റെ ജീവിതത്തിൽ അവന്റെ വിശ്വാസത്തെ അവിടെ പരിശോധന ചെയ്യുവാൻ നോക്കാനിടയായി. And he went through that experience, and you know the story, and at the end he understood, the God whom I am serving is a God who provides. അബ്രഹാം കടന്നുപോയ അവസ്ഥകളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒടുവിലായി തനിക്ക് മനസ്സിലാകുവാനായിട്ടിടയായിരുന്നു ആരെ താൻ സേവിക്കുന്ന ദൈവം ശക്തനായ ദൈവമെന്നാണ്. Our God is Jehovah Jireh. യഹോവ യിരേ എന്ന ദൈവമാണ് നമ്മുടെ ദൈവം. Our God is a God who provides. നമുക്ക് വേണ്ടി കരുതുന്നവരാണ് നമ്മുടെ ദൈവം. It doesn't matter what you need, but He is able to provide it. നിനക്ക് എന്താണ് ആവശ്യമുള്ളതെന്ന് അതൊരു വിഷയമല്ല, എന്നാൽ നിനക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. And that is exactly what God is trying to teach us by allowing us to go into the wilderness. ആ മരുഭൂമിയുടെ അവസ്ഥയിൽ കൂടി കടന്നു പോകാൻ ദൈവം നമ്മെ അനുവദിക്കുമ്പോൾ നമ്മെ പഠിപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുന്ന വിഷയം തന്നെയാണ്. And then there is young sister called Martha who had to go through this wilderness one day. ഒരിക്കൽ മാർത്ത തന്റെ ജീവിതത്തിൽ ഈ മരുഭൂമിയുടെ അവസ്ഥയിൽ കൂടി കടന്നു പോകേണ്ടതായിട്ട് വന്നു. And you know the story in the Gospel of John that she lost her brother. ആ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്ക് കഥയറിയാം, തന്റെ സഹോദരനെ അവൾക്ക് നഷ്ടപ്പെട്ടു. And she sent people to get Jesus into their home. അവരുടെ ഭവനത്തിലേക്ക് യേശുവിനെ ക്ഷണിക്കുവാനായി ആളുകളെ അയച്ചു. But Jesus didn't come at the right time in her calculation. അവിടെ അവരുടെ സമയത്ത് കർത്താവ് കടന്നു വരുവാനായിട്ട് കഴിഞ്ഞില്ല. When Jesus came in His own time, that was the right time. ആ ശരിയായ സമയത്ത് കർത്താവിന്റെ സമയത്ത് കർത്താവ് കടന്നു വന്നു. But when Jesus came into the city and she said, where were you, Jesus? And if you were here, my brother would not have died. അവിടേക്ക് യേശു കടന്നു വന്നപ്പോൾ മാർത്ത ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കർത്താവേ നീ എവിടെയായിരുന്നു? നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. And Jesus says, your brother will live. കർത്താവ് പറഞ്ഞു, നിന്റെ സഹോദരൻ ജീവിക്കും. But she said, I know all the theologies and he is going to be resurrected on the last day. കർത്താവിനോട് അവൾ പറഞ്ഞു, കർത്താവേ എനിക്ക് കാര്യമൊക്കെ അറിയാം, ഒടുക്കത്തെ നാളിൽ അവൻ പുനരുദ്ധാനം ഉള്ളവനായി തീരുമെന്നുള്ള കാര്യം എനിക്കറിയാമെന്ന് പറഞ്ഞു. But Jesus said, that is not the theology I'm talking to you now, but the resurrection is standing right in front of you now. ഞാൻ നിന്നോട് ദൈവശാസ്ത്രമല്ല പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, നിന്റെ മുമ്പിൽ തന്നെ ആ കാര്യം വെളിപ്പെടുവാൻ പോകുകയാണ് കർത്താവ് പറഞ്ഞു. And sometimes I understand this, sometimes you and I may be praying for some answers, even when the answer is standing
concerned when the answer come right in front of you. ആ നമ്മുടെ ജീവിതത്തിന്റെ മുമ്പിലേക്ക് ദൈവത്തിന്റെ മറുപടി കടന്നു വരുമ്പോൾ അത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുവാൻ കഴിവുള്ളവരായി തീർന്നേനെ. And for Martha to understand that Jesus Christ is not just a miracle worker, that he is a resurrection in himself, she had to go through the death of her brother. മാർത്തയുടെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യുന്നവന് മാത്രമായിരിക്കുന്നില്ല, അവൻ പുനരുത്ഥാനം കൂടെയാണെന്ന് മനസ്സിലാക്കുവാനിടയായി തീർന്നു. And she had to go through that particular experience. അങ്ങനെയുള്ള അനുഭവത്തിൽ കൂടി തനിക്ക് കടന്നു പോയതായിട്ട് വന്നു. And she understood that day that Jesus Christ is the resurrection and life. അന്ന് തന്നെ അവൾക്ക് മനസ്സിലായി കർത്താവ് തന്നെ പുനരുത്ഥാനവും ജീവനുമാണെന്നുള്ള കാര്യം. And then the children of Israel went through this wilderness experience. ഇസ്രായേൽ ജനം ഈ മരുഭൂമിയുടെ അവസ്ഥയിൽ കൂടി കടന്നു പോകാനിടയായി. And like I pointed out earlier, on the other side is the promised land where the milk and honey is flowing. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അതിനപ്പുറത്താണ് പാലും തേനും ഒഴുകുന്ന വാഗ്ദത്ത ദേശങ്ങൾ. But the wilderness is an obstacle for them. They were wandering into this wilderness 40 years. എന്നാൽ ഈ മരുഭൂമി അവർക്ക് ഒരു കണിയായിരുന്നു. 40 വർഷക്കാലം അതിനെ ചുറ്റി നടക്കുന്നതായിട്ട് വന്നു. And many of the saints lost their life right there in the wilderness. അനേകരുടെ ജീവൻ അവിടെ പൊലിയുവാനിടയായി തീർന്നു. But I tell you, those who were left, they entered into the promised land. I often ask this question to myself, and I know other saints of God saying about this. Why would God want us to go to the wilderness if He's going to teach us something, or if He's going to bless us with something? Why God cannot bless us without allowing us to go through the wilderness? Why cannot He bless us on the mountain top? And I know we all like the mountain top experiences. That is where we experience the power and the presence of God. And when we are close to God, why can't He bless us then and there? And why He has to allow us to go through all these struggles, all these sicknesses, all the unemployment, all the bills, and all the rebellions of the children in the home? Why all these problems? But there are two reasons for that. First, it is God is testing you whether He can trust you when He blesses you. And I tell you, this is from my own experience. I know I pray more when I'm in trouble. It doesn't mean I don't pray when I'm not in trouble. But I pray more when I'm in trouble. But I know if you are going to be honest about it, that's exactly what you will tell me, that I do the same. And most people who pray are the people who are going to the testing of tiresome situations. So God is preparing them to be blessed by God. And the second reason is that it is a devil's temptation. And the devil knows how God bless people. And the devil knows sometimes these people go through the trials and tribulations and confusions, and at the end there is a blessing from God. And as soon as the devil sees this, he's getting so nervous about it. And he will do everything in his power to stop you from following the Lord at His word. He will come to your right ear and left ear and tell you things that you want to hear at that time. And it is the same kind of question that Job heard will be coming to you in those kind of situations. And those kind of questions will encourage you to give up on God
blessing waiting for you. ദൈവം നിന്നെ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ, പിശാച് നിന്നെ പരീക്ഷിച്ചു കഴിയുമ്പോൾ, അതിന്റെ ഒടുവിലായി ദൈവത്താലുള്ള അനുഗ്രഹം നിന്റെ ജീവിതത്തിൽ പ്രാപിപ്പാനിടയായി തീരും. So when you go through this wilderness, remember it is a place where you are getting a new revelation. ഈ മരുഭൂമിയുടെ അവസ്ഥയിൽ കൂടി നീ കടന്നു പോകുമ്പോൾ നിനക്കൊരു പുതിയ വെളിപ്പാട് ലഭിക്കുന്ന അവസ്ഥയാണ്. And Abraham got that revelation. അപ്പൊ അബ്രഹാമിന് ആ വെളിപ്പാട് ലഭിപ്പാനിടയായി തീർന്നു. And Martha got that revelation. മാർത്തയ്ക്ക് ആ വെളിപ്പാട് ലഭിപ്പാനിടയായി. And actually you and I get the revelation. എനിക്ക് നിങ്ങൾക്ക് ആ വെളിപ്പാട് ലഭിപ്പാനിടയായി തീരും. And I know when I was weak and had no strength, I found my God is the author of life. ഞാൻ എന്റെ ജീവിതത്തിൽ ബലഹീനനായി തീർന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ജീവിതത്തിന്റെ ആ പുഷ്ടി തരുന്നവൻ കർത്താവാണെന്ന് മനസ്സിലാക്കുവാൻ കഴിയും. And when I had trouble believing in God, I found that He is the author and the perfecter of my faith. എനിക്ക് കർത്താവിനെ അമിതമായി വിശ്വസിക്കാൻ കഴിയാതെ ആയിരുന്ന സ്ഥാനത്ത് കർത്താവിനെ പഠിപ്പിച്ച ഒരു വിഷയമുണ്ട്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനാണ് അവനെ പഠിപ്പിച്ചു. And when I was starving so spiritually that I found that my God is the bread of life. ആ ആത്മീയമായ വിഷയത്തിൽ ഞാൻ വളരെ starve ചെയ്ത സമയത്ത് കർത്താവിനെ പഠിപ്പിച്ചു. അവന് ബ്രെഡ് ഓഫ് ലൈഫ് ആണെന്ന് പഠിപ്പിക്കാനിടയായി. And when I was lost like a sheep, I found that He is a good and the chief shepherd. ഒരു നഷ്ടപ്പെട്ട ആളായി ഞാൻ ആയിത്തീർന്ന സമയത്ത് നല്ല ഇടയനാണ് അവനെന്ന് എനിക്ക് മനസ്സിലാക്കുവാനിടയായി. When the power of sin dominated my life, I found that He is my deliverer. പാപത്തിന്റെ സ്വഭാവം എന്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ദൈവം എന്നെ വിടുവിക്കുന്നവനാണെന്ന് എനിക്ക് മനസ്സിലാക്കുവാനിടയായി. And when there were no one to love me, I found that He is my everlasting Father. എന്നെ സ്നേഹിപ്പാനായി ആരുമില്ലാതിരുന്നപ്പോൾ നിത്യ സ്നേഹത്താൽ എന്നെ സ്നേഹിക്കുന്ന ദൈവമാണെന്ന് മനസ്സിലാക്കുവാനിടയായി. And when I had no qualification to come to the throne of God, I found that He is my high priest. എനിക്ക് കൃപാസനത്തോടെ വരുവാൻ യാതൊരു യോഗ്യതയുമില്ലാതിരുന്ന സ്ഥാനത്ത് ഹല്ലേലൂയ എന്റെ ശ്രേഷ്ഠ മഹാപുരോഹിതനായി അവനെ കാണുവാൻ എനിക്കിടയായി. And when there was no righteousness in me, I found that He is holy. എന്റെ ജീവിതത്തിൽ ഒരു നീതി പ്രവൃത്തിയുമില്ലാതിരുന്നപ്പോൾ അവന് ഹോളിയായി എനിക്ക് കാണുവാനിടയായി. And then when there was no hope for my life, I found that in Him there is hope. എനിക്ക് ജീവിതത്തിൽ ഒരു പ്രത്യാശയില്ലാതിരുന്ന സമയത്ത് എനിക്ക് കാണുവാൻ കഴിഞ്ഞത് അവൻ എനിക്ക് വലിയ പ്രത്യാശയുള്ളതായി. And when my life was surrounded with darkness, I found that He is light. എന്റെ ജീവിതത്തിൽ കൂരിട്ട് വ്യാപിച്ച സമയത്ത് എനിക്ക് മനസ്സിലാകുവാൻ കഴിഞ്ഞത് അവൻ എന്റെ വെളിച്ചമായിട്ടാണ്. And He is our holiness and He is our righteousness. അവൻ നമ്മുടെ വിശുദ്ധിയാണ്, അവൻ നമ്മുടെ നീതിയാണ്. And when not only when we all experience sadness, we know that He is the Prince of Peace. നമ്മുടെ ജീവിതത്തിൽ ദുഃഖം കടന്നു വരുമ്പോൾ സമാധാനത്തിന്റെ പ്രഭുവായി നമുക്ക് അവനെ കാണുവാൻ കഴിയും. And when I do not know what is the next step for my life, I know that He is the wisdom of God. അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് അറിയാതിരിക്കുമ്പോൾ ദൈവത്തിന്റെ ജ്ഞാനമായി അവൻ നമ്മോട് കൂടെയുണ്ട്. And He is the God of every situation, every hour and every need for everyone. എല്ലാവരുടെയും എല്ലാ ആവശ്യങ്ങളുടെയും മുഖത്ത് ദൈവമായ ഇരിക്കുന്നവനാണ് നമ്മുടെ ദൈവം. And our God is not going to get nervous when there is little things in your hand. നിന്റെ ജീവിതത്തിൽ അല്പകാര്യം മാത്രമുള്ളപ്പോൾ ഒരിക്കലും നെർവസ് ആകുന്നവരല്ല നമ്മുടെ ദൈവം. If you do not have enough, our God is not going to get nervous. നിന്റെ ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യങ്ങൾ ഇല്ലാതിരിക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ ദൈവം നെർവസ് ആകത്തില്ല. But in His possession there is all the treasures that you need for your life. നിന്റെ ജീവിതത്തിൽ ആവശ്യമായ എല്ലാ സമ്പത്തും കാര്യങ്ങളെല്ലാം അവന്റെ പക്കലുണ്ട്. But when you come to Him, just like He wants you to come to Him, after you learn all these lessons and His revelation that He is going to give it to you, there is a blessing for you. അവൻ ആഗ്രഹിക്കുന്ന രീതിയിൽ അവന്റെ സന്നിധിയിലേക്ക് നീ കടന്നു വരുമ്പോൾ ഈ വെളിപ്പാട് നീ പ്രാപിച്ചു കഴിയുമ്പോൾ നിനക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹവും അവൻ തരുവാനിടയായി തീരും. And this story begins that they had nothing to eat. ഈ കഥ നാം വായിക്കുമ്പോൾ അവർക്ക് ഭക്ഷിക്കാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കഥ ആരംഭിക്കുന്നത്. Then the story develops and goes. കഥ പിന്നെ നാം വായിച്ചു വരുമ്പോൾ at the end it said, Brother Stanley already explained the miracle situation there. അതിന്റെ ഒടുവിൽ സ്റ്റാൻലി ആ കാര്യം ദൈവം ചെയ്ത അത്ഭുതത്തെ പറ്റി പറയാനിടയായി തീർന്നു. At the end it said they had something left. അവർക്ക് വേണ്ടി ചില കാര്യങ്ങൾ അവിടെ ഉള്ളതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നു. In the beginning they did not have enough. ആദ്യമേ അവർക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. At the end they have something left. അവർക്ക് ശേഷിച്ചതായ ചില കഷ്ണങ്ങൾ ഒടുവിലായിട്ട് കാണുവാനിടയായി. And I tell you, my brothers and sisters, if you go through the wilderness experience today,
അധികനാളത്തേക്ക് അങ്ങനെ പോകത്തില്ല. Our God is a God who can fight a big battle with 300 people. 300 പേരെ കൊണ്ട് വലിയ യുദ്ധം ചെയ്യുവാൻ കഴിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. Our God is a God who can raise a dead man from the dead. മരിച്ചവനായ വ്യക്തി ഉയർപ്പിക്കാൻ കഴിയുന്നവനാണ് നമ്മുടെ ദൈവം. Our God is a God who can provide a lamb for sacrifice to Abraham. അബ്രഹാമിന് വേണ്ടി ആ യാഗത്തിന് വേണ്ടി ഒരു ആടിനെ കൊടുക്കുവാൻ കഴിയുന്നവനാണ് നമ്മുടെ ദൈവം. Your need and my need is just nothing in the presence of God. It is way little than what He can do for you. നിന്റെയും ആവശ്യം എന്ന് പറയുന്നത് ദൈവത്തിന് മുമ്പിൽ വലിയ വിഷയമൊന്നുമല്ല. When we go through this wilderness experience, this is what we normally will do. നാം ഈ മരുഭൂമിയുടെ അവസ്ഥയിൽ കൂടി കടന്നു പോകുമ്പോൾ സാധാരണയായി നാം ചെയ്യുന്ന കാര്യം ഇതാണ്. We will pray, God, get me out of this wilderness. മക്കളെ, ദൈവമേ എന്നെ മരുഭൂമിയുടെ അവസ്ഥയിൽ നിന്ന് മാറ്റി remove these trials and temptations from our life. ഈ പ്രതികൂലങ്ങളും പരീക്ഷകളൊക്കെ എന്നിൽ നിന്ന് മാറ്റണം. And this is more than what I can bear. എനിക്ക് എടുക്കാവുന്നതിൽ വളരെ കൂടുതലാണ് കർത്താവേ നാം പ്രാർത്ഥിക്കും. But when you read this scripture that we read today, you understand this one thing. ഇന്ന് വായിച്ചതായ വേദഭാഗത്തേക്ക് നാം കടന്നു വരുമ്പോൾ ഒരു കാര്യം നിനക്ക് മനസ്സിലാകും. God bless you right in the middle of the wilderness. മരുഭൂമിയുടെ മധ്യത്തിൽ വെച്ച് തന്നെ ദൈവം നിന്നെ അനുഗ്രഹിക്കാനിടയാണ്. And God delivered Shadrach, Meshach and Abednego right in the fire. തീച്ചൂളയുടെ അനുഭവത്തിന്റെ നടുവിൽ നിന്ന് ശത്രുക്കളെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും വിടുവിപ്പാൻ ദൈവത്തിന് കഴിഞ്ഞു. And God delivered Daniel right in the lion's den. ദാനിയേലിനെ ദൈവം വിടുവിച്ചത് ആ സ്ഥാനത്ത് നിന്ന് സിംഹത്തിന്റെ കുഴിയിൽ നിന്നുമാണ്. Our God is a God who comes into your wilderness to provide for your life. നമ്മുടെ ദൈവം എന്ന് പറയുന്ന മരുഭൂമിയുടെ അവസ്ഥയിൽ നിന്നോട് കൂടെ ഇറങ്ങി വരുന്ന ദൈവമാണ്. It doesn't matter what you face today. ഇന്ന് പകൽക്കാലം നീ എന്താണ് അഭിമുഖീകരിക്കുന്ന ഒരു വിഷയമല്ല. You may be facing sicknesses in your life. ഒരുപക്ഷെ നീ രോഗിയായിരിക്കാം നിന്റെ ജീവിതത്തിൽ. You may be facing financial problems in your life. പ്രശ്നമായിരിക്കാം ഒരുപക്ഷെ നീ അഭിമുഖീകരിക്കുന്നത്. Or you may be studying too hard but you are not getting anywhere in your life. വളരെയധികം പഠിത്തത്തിൽ അധ്വാനം ചെയ്യുന്നുണ്ടെന്നാൽ ഒരു ഒരിടത്തും എത്താൻ കഴിയാത്ത അവസ്ഥയായിരിക്കാം. When you look at your life, you see all confusions and then you don't see any way out of your life. നിന്റെ ജീവിതത്തിൽ ആകെ കൺഫ്യൂസ് ആയിരിക്കുന്ന അവസ്ഥയായിരിക്കാം. അതിൽ നിന്ന് പുറത്തു വരുവാൻ വഴി കാണാതിരിക്കുന്ന അവസ്ഥയായിരിക്കും. But let me tell you this morning, there is a great hope for us today. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നമുക്ക് വേണ്ടി വലിയൊരു പ്രത്യാശ. Our God is a God comes into your wilderness and bless you right there and solve the problem right now. നമ്മുടെ ദൈവം എന്ന് പറയുന്ന ദൈവം അവൻ മരുഭൂമിയിൽ അതിന്റെ മധ്യത്തിൽ ഇറങ്ങി വന്ന് നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നവനാണ്. And let us close our eyes for a moment and I ask Brother Ben and his group to come forward and sing a song to help us to worship Him. നമ്മുടെ കണ്ണുകളെ അടച്ച് നാം ആയിരിക്കുന്ന സമയത്ത് ബ്രദർ ബെൻ മുമ്പോട്ട് കടന്നു വന്ന് മറ്റൊരു ഗാനം കൂടി പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാനിടയായി. And at that time we will also take the offering. ആ സമയത്ത് നാം സ്തോത്രയാക്കി എടുക്കുകയും ചെയ്യുന്നതാണ്. And oftentimes we come into the church and we hear a message and we just go home. നാം സാധാരണ ദൈവാലയത്തിലേക്ക് കടന്നു വന്ന് ഒരു ആലോചന കേട്ട് ഒരു മെസ്സേജ് കേട്ട് നമ്മുടെ ഭവനത്തിലേക്ക് പോകുന്നവരാണ്. And sometimes you sit there and see how this message is and whether it is a good message or bad message, you may remark it. നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് അതിനെ മാർക്കിടും, നല്ല മെസ്സേജ് ആണോ അല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ മാർക്കിടും. But I tell you, the word of God says it is not the hearer of the word is going to be blessed, it is the doer of the word. ദൈവത്തിന്റെ വചനം പറയുന്നത് വചനം കേൾക്കുന്നതുകൊണ്ടല്ല നീ അനുഗ്രഹിക്കപ്പെടുന്നത്, ചെയ്യുന്നത് കൊണ്ടാണ്. And this morning I wanted to tell you that if you accept God's word into your life, God is going to have a blessing for you. ഇന്ന് പകൽക്കാലം നീ ദൈവത്തിന്റെ വചനത്തെ ഏറ്റെടുക്കുമെങ്കിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോകുന്നു. It doesn't matter what kind of problems you have. നിനക്ക് എന്ത് പ്രശ്നമുണ്ടെന്നുള്ളൊരു വിഷയമല്ല. Our God is an almighty God. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. And no problem is bigger than that He can solve. അവന് ആ പരിഹാരം വരുത്തുവാൻ കഴിയാത്ത യാതൊരു പ്രശ്നവും അവന് പക്കൽ. But our faith has to be complete and perfect. നമ്മുടെ വിശ്വാസം വർദ്ധിച്ചു വരണം. And we need to remove every doubt from our heart. നമ്മുടെ ജീവിതത്തിലെ സംശയങ്ങൾ മുഴുവനും മാറ്റണം. And we should not ask God, is it really possible for you to do this for me? നാം ദൈവത്തോട് ചോദിക്കേണ്ട ആവശ്യമില്ല. ദൈവമേ നിനക്ക് നിശ്ചയമായി ചെയ്യുവാൻ കഴിയുമോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. We just have to believe my God is able. He has done it in the past. He will done it in the future, and He will do it today for me. നാം വിശ്വസിക്കുക മാത്രം ചെയ്യണം. എന്റെ ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ അത് എനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അവൻ എനിക്ക് വേണ്ടി ചെയ്യും. ഇന്നും അവർ ചെയ്യുന്നവനാണ്. As our praise and worship team is going to lead us into worship, let us sincerely seek an answer and a solution from God for our problems today. Praise and worship team പാട്ട് ലീഡ് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തെ നമുക്ക് പരിശോധിക്കാം.